Hello everyone, welcome to US College online classes. അപ്പോൾ നമ്മൾ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എവിടെ വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ള ഏത് കുട്ടിയെ അപേക്ഷിച്ചും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല വൃത്തിയായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം എന്താണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പേസ്റ്റ് ഉണ്ട്, കണ്ടോ? കോൾഗേറ്റിന്റെ ഒരു പേസ്റ്റ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ ഈ പേസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണേ. ഈ പേസ്റ്റ് ഓപ്പൺ ചെയ്ത് നമുക്കറിയാം പേസ്റ്റിന്റെ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതുവഴി പേസ്റ്റ് വരും. എവിടെ? നമ്മൾ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പേസ്റ്റ് ഇതുവഴി വരും. ഞാൻ ഇനി ഇതിന്റെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. കണ്ടോ? ഞാൻ ഈ പേസ്റ്റിന്റെ ഈ പോർഷനിൽ പ്രസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇതുവഴി പേസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഞാൻ ഇവിടെ അല്ല പ്രസ് ചെയ്തത്, ഇവിടെ പ്രസ് ചെയ്തപ്പോൾ ഇതുവഴി പേസ്റ്റ് ഇറങ്ങി വന്നു. അതായത് ഇവിടെ ഒരു പ്രഷർ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഇതുവഴി പേസ്റ്റ് ഇറങ്ങി വന്നു. എന്തായിരിക്കും ഇതിന് കാരണം? ശരിക്കും ഇവിടെ കൊടുത്താലല്ല പേസ്റ്റ് വരുത്തുള്ളൂ. എന്തുകൊണ്ടായിരിക്കും അതിന്റെ കാരണം? അപ്പൊ നമുക്ക് പഠിക്കാം പാസ്കൽസ് ലോ അല്ലെങ്കിൽ പാസ്കൽ നിയമം. ഈ ഒരു നിയമം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കും പേസ്റ്റ് താഴെ ഞെക്കിയപ്പോഴും മുകളിൽ കൂടെ പേസ്റ്റ് വന്നത് എന്നുള്ളത്. നമുക്ക് നോക്കാം പാസ്കൽസ് ലോ എന്താണെന്നുള്ളത്. The pressure applied at any point of a liquid at rest in a closed system will be experienced equally in all parts of the liquid. എന്താണ്? The pressure applied at any point of a liquid at rest in a closed system will be experienced equally in all parts of the liquid. അതായത് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഇരിക്കുന്ന ഒരു ലിക്വിഡിലെ ഏതെങ്കിലും ഒരു പോർഷനെ ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ പ്രഷർ എല്ലാ ഏരിയയിലും ഈക്വൽ ആയിട്ട് സ്പ്രെഡ് ആവുമെന്നാ പറയുന്നത്. എന്താണ്? ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ, അതായത് നമ്മുടെ പേസ്റ്റ് ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണല്ലോ. ഈ ഒരു പേസ്റ്റിൽ ഞാൻ എവിടെ പ്രഷർ അപ്ലൈ ചെയ്താലും ആ ഒരു പ്രഷർ ഈക്വൽ ആയിട്ട് എല്ലാ പാർട്ടിലും സ്പ്രെഡ് ആവുമെന്നാണ് എന്ത് പറയുന്നത്? നമ്മുടെ പാസ്കൽ നിയമം അല്ലെങ്കിൽ പാസ്കൽസ് ലോ പറയുന്നത്. മലയാളം മീഡിയംകാർക്ക് എങ്ങനെയാണ് നിയമം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സമൃദ്ധ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ആ ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രെഡ് ആവും എന്നാണ് മലയാളം മീഡിയംകാർക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് പാസ്കൽ ലോ? The pressure applied at any point of a liquid at rest in a closed system will be experienced equally in all parts of the liquid. അപ്പോൾ നിങ്ങൾ മനസ്സിലായല്ലോ എന്താ സംഭവം? ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ കുറെ ലിക്വിഡ് ഇരിപ്പുണ്ട്. ഇപ്പൊ ഈ പേനയ്ക്കകത്ത് നിറച്ച് ലിക്വിഡ് ഉണ്ടെങ്കിൽ ഈ പേനയുടെ ഏതെങ്കിലും ഒരു പോർഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്താ? എല്ലാ ഭാഗത്തും ഈക്വൽ ആയിട്ട് സ്പ്രെഡ് ആവുമെന്നാണ് എന്ത് പറയുന്നത്? പാസ്കൽ നിയമം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പേസ്റ്റിന്റെ ഏത് പോർഷനിൽ ഞെക്കിക്കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? ഏത് പോർഷനിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്താലും എന്ത് സംഭവിക്കും? ഇതുവഴി പേസ്റ്റ് ഇറങ്ങി വരും. കാരണം എന്താ? ആ ഒരു പ്രഷർ ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ എല്ലാ പാർട്ടിലും ഈക്വൽ ആയിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് വന്നത്? എവിടെ ഞെക്കിയാലും ഇതിൽ കൂടെ പേസ്റ്റ് വരുന്നത്. അപ്പൊ എന്താണ്? ഒരു സമൃദ്ധ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മർദ്ദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആ മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ വിഭജിക്കും എന്നാണ് നമ്മുടെ പാസ്കൽ നിയമം പറയുന്നത്. ഇനി പാസ്കൽ നിയമം അല്ലെങ്കിൽ പാസ്കൽസ് ലോ വെച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് സംഭവങ്ങളെ പറ്റി നമുക്ക് പഠിക്കാം. ഒന്നാമത്തേതാണ് ഹൈഡ്രോളിക് പ്രസ്. ഇതൊക്കെ കാണാതെ പഠിച്ചു നോക്കുന്നതാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഹൈഡ്രോളിക് പ്രസ് എന്നാണ് മലയാളം മീഡിയംകാർക്കും ഇംഗ്ലീഷ് മീഡിയംകാർക്കും പറയുന്നത്. എന്താണ്? ഹൈഡ്രോളിക് പ്രസ് എന്ന് തന്നെയാണ്. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടന്റ് സംഭവമാണ് ഹൈഡ്രോളിക് ജാക്ക്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒറ്റ സംഭവമേ ഉള്ളൂ, ഹൈഡ്രോളിക് ജാക്ക്. ബാക്കിയുള്ളതിന്റെ എല്ലാ പേര് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. മൂന്നാമത്തേത് ഹൈഡ്രോളിക് ബ്രേക്ക്, വാഹനങ്ങളിലെ ഹൈഡ്രോളിക് ബ്രേക്ക്. അപ്പൊ മൂന്ന് എക്സാമ്പിൾസ് ഉണ്ട്. പാസ്കൽസ് ലോ വെച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾക്ക് 3 എക്സാമ്പിൾ. ഒന്നാമത്തേത് ഹൈഡ്രോളിക് പ്രസ്, രണ്ടാമത്തേത് ഹൈഡ്രോളിക് ജാക്ക്, മൂന്നാമത്തേത് ഹൈഡ്രോളിക് ബ്രേക്ക്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാൻ പോകുന്നത് ഹൈഡ്രോളിക് ജാക്കിനെ പറ്റിയാണ്. എന്താണ് ഹൈഡ്രോളിക് ജാക്ക് എന്നുള്ളതിന്റെ ഒരു ചെറിയ ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മുടെ കാറൊക്കെ കഴുകുന്ന വർക്ക്ഷോപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടെ എങ്ങനെയാ കാർ കഴുകുന്നത്? ഇതുപോലെ ഒരു സംഭവം ഉണ്ടാവും അല്ലേ? ഇതുപോലെ ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ പുറത്തായിരിക്കും കാർ കൊണ്ടുവെക്കുന്നത്. നമ്മുടെ കാർ ഇവിടെ വെച്ചിട്ട് എന്തോ ചെയ്യും? അവർ ഇവിടെ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കും? ഈ ഭാഗം ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരും അല്ലെ? ഈ ഭാഗം മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ എന്താണ്? കാർ ഉയർന്നു നിൽക്കും. അപ്പൊ കാറിന്റെ അടിഭാഗം എല്ലാവർക്കും നല്ല വൃത്തിക്ക് കഴുകാൻ സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയുന്ന ഉപകരണം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പം ഹൈഡ്രോളിക് ജാക്ക് എന്താണെന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടില്ല. എന്താണ്? ഇവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കും? ഇവിടുത്തെ സംഭവം മുകളിലേക്ക് ഉയർന്നു പോകും. കാരണം എന്താ? ഇവിടെ നിറച്ച് വെള്ളമാണ്, ഇതിനകത്ത് നിറച്ച് വെള്ളം എടുത്തിട്ടേക്കോ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ പൊങ്ങി വരും. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പഠിക്കാം. ഹൈഡ്രോളിക് ജാക്ക് നോക്കി, ഇതാണ് ഹൈഡ്രോളിക് ജാക്ക്. ഈ ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ
ഈ ഏരിയ കണ്ടോ, നാരോ ആയിട്ടുള്ള ഏരിയ, പക്ഷെ ഇത് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഏരിയ. ഇതിനകത്ത് നിറച്ചെന്തുവാ, നിറച്ച് വെള്ളമാണ്, വെള്ളം നിറച്ചിട്ടേക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുക, ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കാനുള്ള ഒരു പെഡൽ അവിടെ ഉണ്ട്. അതിലോട്ട് നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്തോ സംഭവിക്കും, F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ്. ഈ F1 F2 A2 F2 ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഒന്നുമില്ല. F1 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് പറയുന്നതാണ് F1. ഇവിടെ ഒരു നമ്പർ ഒന്നും നമുക്ക് തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് തൽക്കാലം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് F1 A1 എന്നൊക്കെ ഇട്ടേക്കുക. അവിടെ നമ്പർ വരുമ്പോൾ നമ്മൾ ആ F1ന് പകരം അവിടെ എത്രയാണ് നമ്പർ കൊടുത്തിരിക്കുന്നത് ആ നമ്പർ അവിടെ ഇടും. അതായത് ഇപ്പൊ F1 നമുക്ക് ക്വസ്റ്റിനിൽ പറയുക, ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 30 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ ഈ F1ന്റെ സ്ഥാനത്ത് എന്തോ വരും, 30 ന്യൂട്ടൺ എന്ന് വരും. അത്രേ ഉള്ളൂ. ഇതൊക്കെ ജസ്റ്റ് ആ ഒരു നമ്പറിന് പകരം ഇട്ടേക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഫസ്റ്റ് കോഴ്സിന് നമ്മൾ F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തോ സംഭവിക്കും, പാസ്കൽ നിയമം അനുസരിച്ച് അല്ല, പാസ്കൽ നിയമം ഇവിടെ F1 എന്നൊരു ഫോഴ്സ് കൊടുത്താൽ എന്തോ സംഭവിക്കും, നിറച്ച് വെള്ളം ഇരിക്കുവാണെങ്കിൽ അപ്പൊ ഈ വെള്ളത്തില് എന്തോ സംഭവിക്കും, ഇവിടെ അങ്ങ് പൊങ്ങും. ഈ ഒരു F2 എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങോട്ടുണ്ടാവും അല്ലേ. ഇവിടെ ഇപ്പം F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇവിടെ കൊടുക്കുവാണെങ്കിൽ എന്തോ സംഭവിക്കും, അവിടെ F2 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് മുകളിലേക്ക് ഉണ്ടാകും. ഇവിടെ ഉണ്ടായ ഫോഴ്സ് എങ്ങോട്ടാ, നമ്മൾ താഴേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു, അവിടെ മുകളിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടായി, നമ്മുടെ കാർ മുകളിലേക്ക് പൊങ്ങും അല്ലെ. ഇനി ഈ A1 എന്ന് പറയുന്നത് ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഛേദതല പരപ്പളവ്. എന്താണ് ഇത്രയും സ്ഥലത്തെ ഏരിയ പറയുന്നത്, ഇത്രയും ഈ ഒരു പോർഷൻ കണ്ടോ കുത്തിട്ടേക്കുന്നത്, ആ പോർഷനിലെ ഏരിയ ആണ് A1 ഈ സ്ഥലത്തെ. ഇനി ഇവിടുത്തെ അത്രയും സ്ഥലത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തല പരപ്പളവ് എത്രയാ, A2. ഇത്രയും സ്ഥലത്തേത് A2. അപ്പൊ ഇവിടുത്തേത് ഛേദതല പരപ്പളവ് A1ഉം ഇവിടുത്തേത് A2ഉം. അതായത് ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1ഉം ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2. ഇവിടുത്തെ ഫോഴ്സ് F1ഉം ഇവിടുത്തെ ഫോഴ്സ് F2ഉം. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, നമുക്കറിയാം പ്രഷറിന്റെ ഇക്വേഷൻ എന്താ, പ്രഷർ അല്ലെങ്കിൽ മർദ്ദത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ. എന്താണ് ഫോഴ്സ് ബൈ ഏരിയ, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്, കുറെ വർഷം കൊണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സംഭവം പ്രഷറിന്റെ ഇക്വേഷൻ. അല്ലെങ്കിൽ ബലം ഭാഗം പരപ്പളവാണ് എന്ത്, മർദ്ദത്തിന്റെ ഇക്വേഷൻ. അല്ലെങ്കിൽ നമുക്ക് F/A എന്ന് എഴുതാം. പാസ്കൽ നിയമത്തിൽ നമ്മൾ എന്തോ പഠിച്ചേ, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ആ പ്രഷർ ഈക്വൽ ആയിട്ട് സ്പ്രെഡ് ആവുമെന്നാണ് പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ പാസ്കൽ ലോ അനുസരിച്ച് P1 = P2 എന്ന് എഴുതാൻ പറ്റില്ലേ. P1 എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒന്നാമത്തെ ഭാഗത്ത് അനുഭവപ്പെടുന്ന പ്രഷറിനാണ് P1 എന്ന് പറയുന്നത്, P2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാഗത്തിൽ അനുഭവപ്പെടുന്ന പ്രഷറിനാണ്. ഇവിടുത്തെ ഫോഴ്സിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഫോഴ്സ് സെയിം ആയിരിക്കും എന്നല്ല പാസ്കൽ ലോ പറയുന്നത്. പാസ്കൽ ലോ പറയുന്നത് എന്ത് സെയിം ആയിരിക്കും എന്നാ, പ്രഷർ സെയിം ആയിരിക്കും, ബലം ഒരുപോലെ ആയിരിക്കും എന്നല്ല പാസ്കൽ ലോ പറയുന്നത്. പാസ്കൽ ലോ പറയുന്നത് എന്താ, മർദ്ദത്തിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അത് തെറ്റിപ്പോരുത്. F1 = F2 അല്ല, F1 വേറെ F2 വേറെ, രണ്ടും രണ്ട് വാല്യൂ. പക്ഷേ P1ഉം P2 സെയിം. അതായത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത പ്രഷറും അവിടെ വന്ന പ്രഷറും എന്താ, സെയിമാ. ഫോഴ്സ് സെയിം അല്ല, പ്രഷർ സെയിം ആണ്. അത് മറന്നു പോകരുത്. പാസ്കൽ ലോ രണ്ടു തവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പാസ്കൽ ലോ അനുസരിച്ച് അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ P1 = P2. അതായത് ഈ ഫസ്റ്റ് ഏരിയയിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സെക്കൻഡ് ഏരിയയിലെ പ്രഷർ അല്ലേ. പാസ്കൽ ലോ പറയുന്നത് എന്താ, പ്രഷർ എവിടെയെങ്കിലും ഒരു പ്രഷർ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്താൽ ആ പ്രഷർ അല്ലെങ്കിൽ ആ ഒരു മർദ്ദം എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, P1 = P2. ഇനി പ്രഷറിന്റെ ഇക്വേഷൻ എന്താ, F/A അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തോ എഴുതാൻ പറ്റും, F/A = F/A. അതായത് ഫോഴ്സ് ബൈ ഏരിയ = ഫോഴ്സ് ബൈ ഏരിയ. എന്തുവാ ഈ ഫോഴ്സ് ബൈ ഏരിയ, പ്രഷറാ. അതായത് പ്രഷർ = ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ ബലം ഭാഗം പരപ്പളവ്. ഇനി ഈ ഭാഗത്തെ പ്രഷറിന് പറയുന്ന ഈ ഭാഗത്തെ ഫോഴ്സിനെ നമ്മൾ ഇട്ടേക്കുന്നത് എന്താ, F1 ആണ്. അപ്പൊ F1 ബൈ ഈ ഭാഗത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 = ഇവിടുത്തെ ഫോഴ്സ് എന്തുവാ, F2/A2. അപ്പൊ നമുക്ക് എങ്ങനെ വരും, F1/A1 = F2/A2. അതെങ്ങനെയാ വന്നത്, F1/A1 = F2/A2 എന്ന്. അതായത് നമുക്കറിയാം പാസ്കൽ നിയമം അനുസരിച്ച് P1 = P2. അതായത് ഇവിടുത്തെ പ്രഷർ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ പ്രഷർ. അതായത് രണ്ട് പ്രഷറും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും, ഈ ഭാഗത്തെ പ്രഷറിന്റെ ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും, F1/A1 എന്ന് വെച്ചാൽ എന്താ, P1 = P2 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, F2/A2. ഇതാണ് പാസ്കൽ ലോയുടെ ഇക്വേഷൻ. എന്ത് സിമ്പിൾ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വരെ നിങ്ങൾ പഠിച്ചു. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ സ്വന്തമായിട്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഇത് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും എക്സാമിന്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് F1 തരും, F1 ഒരു വാല്യൂ തരും, F2 ഒരു വാല്യൂ തരും, A1 ഒരു വാല്യൂ തരും. എന്നിട്ട് നിങ്ങളോട് പറയും A2 കണ്ടുപിടിക്കാൻ പറയും. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ പഠിക്കാൻ കേട്ടോ. അപ്പോൾ
ജസ്റ്റ് ഇത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇനി ഇതിന്റെ കുറെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം, ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു പാസ്കൽ നിയമത്തിൽ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ വെച്ച് കുറച്ച് കണക്കുകൾ ചെയ്യാം. ഫിസിക്സിന്റെ പാർട്ട് അവിടെ ഓവറായി. ഇനി നിങ്ങളുടെ മാത്സിന്റെ സ്കില്ലാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ള സംഭവം, പണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാം, നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പഠിച്ച സംഭവമാണ് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കണക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിനി മാത്സിന്റെ ഭാഗമാണ്, ഫിസിക്സിന്റെ ഭാഗം അവിടെ ഓവറായി. നമുക്ക് ഇനിയും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, F1 = 10, F2 = 5, A1 = 2, A2 = അറിയത്തില്ല. എങ്ങനെ ചെയ്യും? നമുക്കറിയാം, അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ F1 by A1 = F2 by A2. ഇത്ര അറിയാമല്ലോ. ഇനി ഓരോ വാല്യൂ അവർക്ക് ഇട്ട് കൊടുത്തേ. F1 എത്ര? F1 10. കണ്ടില്ലേ? F1 10. അപ്പോൾ 10 A1 വാല്യൂ എത്ര? 2. 10/2 = F2 എത്രയാ? 5. 5/2 എത്ര? A2 അറിയത്തില്ല, അതുകൊണ്ട് എന്തോ ചെയ്യും? A2 എന്ന് തന്നെ അങ്ങിടും. ഇത്രയും ചെയ്യുന്നല്ലോ. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയാമായിരിക്കും. ചെയ്യാൻ അറിയാത്തവർ മാത്രം നോക്കുക, അല്ലാത്തവർ സ്വന്തമായിട്ട് ചെയ്യുക. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ബാക്കി ചെയ്യാം? നമുക്ക് 10/2 നമുക്ക് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 5. അപ്പോൾ 5 = 5 എങ്ങനെ വന്നേ? 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്, 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എത്ര കിട്ടുന്നത്? 5 കിട്ടുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തോ കിട്ടി? 5 = 5/A2. ഇവിടുത്തെ ആ സംഭവം അതുപോലെ തന്നെ അങ്ങ് എഴുതി വെച്ചു, 5/A2. നമുക്ക് എന്തോ വേണ്ടുന്നത്? നമുക്ക് 5/A2 വാല്യൂ ആണോ വേണ്ടുന്നത്? അല്ല, നമുക്ക് എന്താ വേണ്ടേ? A2 വാല്യൂ ആണ് വേണ്ടത്. ആരുടെ വാല്യൂ? A2 വാല്യൂ. അപ്പൊ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? ഈ A2നെ മേളിൽ കൊണ്ടുവരുന്ന ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നാലോ? ഒരു ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ഈക്വലിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്തോ ആവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ എങ്ങനെ വരും? A2 × 5 = ഇവിടുത്തെ 5 അതുപോലെ തന്നെ എഴുതുന്നു, 5. അപ്പൊ എന്തോ വന്നു ഇവിടെ? A2 × 5 വാല്യൂ കിട്ടി. നമുക്ക് A2 × 5 അല്ല വേണ്ടത്, A2 ആ. അപ്പൊ നമുക്ക് എന്തോ ചെയ്യാം? A2നെ അവിടെ തന്നെ ഇടാം, എന്നിട്ട് ഈ 5നെ അപ്പുറത്ത് കൊണ്ടുപോയി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുക, ഗുണിച്ചിരിക്കുന്ന ഒരു സാധനം ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തോ ആവും? ഡിവിഷൻ ആവും, ഹരണമാവും അല്ലെ? ഇവിടെ എന്തോ ചെയ്തിരിക്കുക? ഇൻഡു ചെയ്തിരിക്കുന്ന സാധനം ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തോ ആവും? ഡിവിഷൻ ആവും. അപ്പോൾ 5, ഇവിടുത്തെ 5 അതുപോലെ തന്നെ എഴുതി. ഈ 5 ഈ ഇൻറ്റു 5 അപ്പുറത്ത് പോകുമ്പോൾ എന്തോ ആവും? /5. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 5/5 = 1 അല്ലെ? എന്ത് സിമ്പിൾ ആണ് ഈ സംഭവം ചെയ്യാൻ. ഇത് ഫുള്ള് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് അറിയാവുന്നവർക്ക് നല്ല വൃത്തിക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ സാധിക്കും. അപ്പൊ നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം ഇതിന്റെ. അപ്പൊ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. F1 = അറിയത്തില്ല, A1 = 10, A2 = 5, F2 = 3. എങ്ങനെ ചെയ്യാൻ പറ്റും? അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ നമുക്കറിയാം ഒരു ഇക്വേഷൻ എന്ത്? F1 by A1 = F2 by A2. ഇതൊന്നും കാണാതെ പഠിക്കല്ലേ? കാണാതെ പഠിക്കാതെ തന്നെ നമുക്കറിയാം അവിടുത്തെ പ്രഷർ = അപ്പുറത്തെ പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? F/A. ഇവിടുത്തെ F ഉം A എന്തോ? ഇവിടുത്തേത് F1 ഉം A1 ഉം, അവിടുത്തേത് F2 A2 ഉം. അപ്പൊ F1A1 = F2 A2. അപ്പൊ പാസ്കൽ ലോ അനുസരിച്ച് ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം. ഇനി ഓരോ വാല്യൂ ഇട്ട് കൊടുത്തേ. F1 വാല്യൂ എത്ര? അറിയത്തില്ല, F1 എന്ന് തന്നെ ഇടാം. F1/A1 വാല്യൂ എത്ര? 10. F1/10 = F2 വാല്യൂ എത്ര? 3/A2 വാല്യൂ എത്ര? 5. 3/5. ഇത്രയും കിട്ടിയല്ലോ. ഇനി എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് വേണ്ടത് F1 വാല്യൂ ആണ്. അപ്പൊ F1 ഇവിടെ തന്നെ അങ്ങ് ഇടാം. F1 കൂടെ ശല്യമായിട്ട് ഒരാളോടെ നിൽപ്പുണ്ട്. ആരാ? 10. 10നെ നമുക്ക് അവിടെ വേണ്ട. നമുക്ക് F1/10 വാല്യൂ അല്ല വേണ്ടുന്നത്, നമുക്ക് F1 വാല്യൂ വേണ്ടുന്നത്. അപ്പൊ F1 കൂടെ ശല്യമായിട്ട് ആര് നിൽപ്പുണ്ട്? ഒരു 10 ഇവിടെ നിൽപ്പുണ്ട്. 10നെ ചുമ്മാ അങ്ങ് തുടച്ചു കളയാൻ പറ്റുമോ? പറ്റത്തില്ല. 10നെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? ഈക്വലിന്റെ അപ്പുറത്തോട്ട് അങ്ങ് കൊണ്ടുപോവാം. ചുമ്മാ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ഇവിടെ എന്താ ചെയ്തിരിക്കുക? ഡിവൈഡ് ചെയ്തിരിക്കുക, ഹരിച്ചിരിക്കുന്ന ഒരു സാധനം ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തോ ആവും? മൾട്ടിപ്ലിക്കേഷൻ ആവും, ഗുണനമാവും അല്ലെ? ഇനി ഗുണനം അപ്പുറത്ത് പോകുമ്പോൾ എന്തോ ആവും? ഹരണം. അതായത് മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും, ഡിവിഷൻ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും, പ്ലസ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും, മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. എന്താ വന്നാലും അതിന്റെ ഓപ്പോസിറ്റ് സംഭവമാണ് ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ശല്യമായിട്ട് നിൽക്കുന്ന 10നെ അങ്ങ് അപ്പുറത്തോട്ടും കൊണ്ടുപോയി ഇടാം. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? F1 അവിടെ തന്നെ എഴുതി. F1 = 3/5 ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്, അത് അതുപോലെ എഴുതുന്നു. 3/5. ഇങ്ങനെ ആരാ ശല്യമായിട്ട് നിൽക്കുന്നത്? 10 /10. /10 അപ്പുറത്ത് പോകുമ്പോ എന്തോ ആവും? ഇൻറ്റു 10 ആവും അല്ലെ? ഗുണനമാവും. അപ്പൊ ഇൻറ്റു 10. അപ്പൊ എന്തോ വരും? 3 × 10 എത്ര? 30/5. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? F1 വാല്യൂ കിട്ടും. വളരെ സിമ്പിൾ അല്ലേ? ഒന്നുമില്ല, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആയത്. ഇതിന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് എക്സാമിന് ഉണ്ടാവും. പിന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ F1
A1 അങ്ങനെയൊന്നും അല്ല വരുന്നത്. ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കും? എ പേഴ്സൺ അപ്ലൈഡ് എ ഫോഴ്സ് F1 ആൻഡ് ഹി ഗെറ്റ് F2 ഇൻ ദ അതർ സൈഡ്, അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് തരാം, നമ്മുടെ എക്സാം വരുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ തരാം. വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഇക്വേഷൻ കാണാതെ പഠിക്കണോ? പഠിക്കണ്ട, എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കിയാൽ മതി. സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ എഴുതാൻ സാധിക്കും. ചില കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് F2 ഈസ് ഈക്വൽ ടു F2ന്റെ ഇക്വേഷൻ എങ്ങനെയാ വരുന്നത്? F1 ബൈ A1 ഇൻറ്റു A2. ഇങ്ങനെ ഓരോ ഇക്വേഷൻ ടീച്ചേഴ്സ് കൊടുക്കും സ്കൂളിൽ. ടീച്ചർ എല്ലാത്തിൻ്റെയും F2ന്റെ കൊടുക്കും, F1ന്റെ കൊടുക്കും, A1 A2 എല്ലാം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൊടുക്കും. അവരെന്തോ ചെയ്യും? ആ പാവം പിള്ളേർ അതിരുന്ന് മൊത്തവും കാണാതെ പഠിക്കും. അങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഇതിന്? ഒരിക്കലും ഇല്ല. ഈ ഒരൊറ്റ ഇക്വേഷൻ അറിഞ്ഞാൽ ഇതിനെ ഏത് ചോദിച്ചാലും, F1 ചോദിച്ചാലും എഴുതാൻ അറിയാം, A1 ചോദിച്ചാലും എഴുതാൻ അറിയാം, F2 ചോദിച്ചാലും എഴുതാൻ അറിയാം, A2 ചോദിച്ചാലും എഴുതാൻ അറിയാം. പിന്നെ എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത് എനിക്കറിയത്തില്ല. ഒരുപാട് കുട്ടികൾ ഇതിരുന്ന് കാണാതെ പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കാണാതെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ആൻസർ കിട്ടത്തില്ല. അത് തെറ്റായിരിക്കും ആൻസർ വരുന്നത്. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. ഭയങ്കര ടഫാണ് ഇത് കാണാതെ പഠിക്കുക എന്നുള്ളത്. പക്ഷേ മനസ്സിലാക്കി ലോജിക് കൊണ്ട് പഠിക്കുകയാണെങ്കിലോ വളരെ സിമ്പിൾ ആണ്. ഒറ്റ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. F1 ബൈ A1 ഈസ് ഈക്വൽ ടു F2 ബൈ A2. അതും പഠിക്കണോ? വേണ്ട. നമുക്ക് പാസ്കൽസ് ലോ അറിയാം. പാസ്കൽ ലോ അറിയാമെങ്കിൽ ഈ ഇക്വേഷൻ എന്തുകൊണ്ട് അറിയാൻ പാടില്ല? വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആൻസർ ചെയ്യും. ഇന്ന് ഇത്, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു 10-12 ക്വസ്റ്റ്യൻ ഞാൻ തരും. എല്ലാവരും അതിന്റെ ആൻസർ ചെയ്യണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ മാത്സിന്റെ സ്റ്റാൻഡേർഡ് എനിക്ക് അറിയത്തില്ല. കാരണം നിങ്ങളെ ഞാൻ ഒരു ചാപ്റ്റർ മാത്സിന്റെ പഠിപ്പിച്ചിട്ടുള്ളൂ 8ാം ക്ലാസ്സിൽ വെച്ച്. അപ്പോൾ നിങ്ങൾക്ക് മാത്സിൽ എത്രമാത്രം അറിവുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തോ വരും, അങ്ങനെയൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഗ്രൂപ്പിൽ ചോദിക്കണം. എല്ലാവർക്കും ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് പേടിച്ചാലും ചോദിക്കാതിരിക്കില്ല. അത് എന്തായാലും ചോദിക്കണം, അത് അറിയാത്തവരുണ്ടെങ്കിൽ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാണ് തോന്നുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചോദിക്കുക അതെങ്ങനെയാണ് വരുന്നത്. നമ്മളിനി പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ഒരു ടോപ്പിക്കാണ്, ക്യാപ്പിലാരിറ്റി അല്ലെങ്കിൽ കേശികത്വം. എന്താണ് ക്യാപ്പിലാരിറ്റി അല്ലെങ്കിൽ കേശികത്വം എന്ന് നമുക്ക് നോക്കാം. The rise or depression of a liquid in a narrow tube or a minute hole is the capillarity. അതായത് ഒരു നേർത്ത കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ നമ്മുടെ ദ്രാവകം ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രക്രിയയ്ക്ക് വരുന്ന പേരാണെന്ത്? കേശികത്വം. അതായത് the rise or depression of a liquid in a narrow tube or a minute hole is the capillarity. ഒരു നാരോ ട്യൂബിനകത്തിൽ കൂടെ, ഒരു ചെറിയ നേരത്തെ ഒരു ട്യൂബിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെയോ ഒക്കെ നമ്മുടെ ദ്രാവകം പൊങ്ങുകയോ മുകളിലേക്ക് പൊങ്ങുകയോ അതോ ഉയരുകയോ അതോ താഴുകയോ ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്? കേശികത്വം അല്ലെങ്കിൽ ക്യാപ്പിലാരിറ്റി. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ബോയിലിംഗ് ട്യൂബ് എടുത്തിട്ട് അതിനകത്ത് ഒരു ക്യാപ്പിലറി ട്യൂബ് ഇടുന്നു. ക്യാപ്പിലറി ട്യൂബ് എന്ന് വെച്ചാൽ എന്തുവാ? ഒരു ചെറിയ നേരത്തെ ഒരു കുഴൽ, അങ്ങനെ അതിന് അർത്ഥമുള്ളൂ. ഒരു ക്യാപ്പിലറി ട്യൂബ് കൊണ്ടുവന്ന് അതിനകത്തോട്ട് ഇടുന്നു. ഈ ഒരു ബോയിലിംഗ് ട്യൂബിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഇത്രയും ഭാഗത്ത് വെള്ളം എടുത്തിട്ട് ഒരു ട്യൂബ് കൊണ്ടിടുന്നു. എന്തോ സംഭവിക്കും? ആ ട്യൂബിനകത്തൂടെ വെള്ളം കയറി ഇവിടെ വരെ വരും, ഈ ഒരു പോർഷൻ വരെ വരും വെള്ളമാണെങ്കിൽ. ഇനി ഇതേ ഒരു ബോയിലിംഗ് ട്യൂബ് എടുത്തിട്ട് അതിനകത്തൊരു ക്യാപ്പിലറി ട്യൂബ് കൊണ്ടുവന്ന് വെക്കുമ്പോൾ മെർക്കുറി ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഇത് വെള്ളത്തിന് വരെ ഇവിടെ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? മെർക്കുറി. ഇതിനകത്തിലോ വെള്ളമാണ്. അപ്പം നിങ്ങൾക്ക് എന്തോ കാണാൻ സാധിച്ചു? കണ്ടില്ലേ? ഇവിടെയാണ് നമ്മുടെ ട്യൂബിൽ വെള്ളം നിൽക്കുന്നത്, ബോയിലിംഗ് ട്യൂബിൽ. പക്ഷേ ക്യാപ്പിലറി ട്യൂബിൽ എവിടെ വെള്ളം നിൽക്കുന്നത്? ഇതിനകത്തില് ഈ പോർഷൻ കുറച്ച് താഴ്ന്നു വന്ന് കണ്ടില്ലേ? അപ്പൊ ഇതെന്താണ്? ഇത് ക്യാപ്പിലാരിറ്റിയാണ്. ഇങ്ങനെ ഉയർന്നു വരുന്നതിന് പറയുന്ന പേരാണ് എന്താ? ക്യാപ്പിലറി റൈസ് അല്ലെങ്കിൽ കേശിക ഉയർച്ച. ഇനിയും ഇങ്ങനെ താഴ്ന്നു പോകുന്നതിന് പറയുന്ന പേരാണ് ക്യാപ്പിലറി ഫോൾ അല്ലെങ്കിൽ കേശിക താഴ്ച. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, വെള്ളത്തിലാണെങ്കിൽ കേശിക ഉയർച്ച ക്യാപ്പിലറി റൈസും, മെർക്കുറിയിലാണ് കൊണ്ടുവയ്ക്കുന്നത് ക്യാപ്പിലറി ഫോൾ അല്ലെങ്കിൽ കേശിക താഴ്ചയും. എന്താണ്? വാട്ടറിലാണ് നമ്മുടെ നാരോ ട്യൂബ് കൊണ്ട് വെക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ക്യാപ്പിലറി റൈസ് ഉണ്ടാവും അല്ലെങ്കിൽ കേശിക ഉയർച്ച ഉണ്ടാകും. മെർക്കുറിയിലാണ് കൊണ്ടുവയ്ക്കുന്നെങ്കിൽ ക്യാപ്പിലറി ഫോൾ ഉണ്ടാകും. അതായത് ഇതിന്റെ ജലനിരപ്പിനെക്കാട്ടി താഴ്ന്നായിരിക്കും ട്യൂബിനകത്ത് വെള്ളം നിൽക്കുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു പടം നോക്കിയേ, ക്യാപ്പിലറി റൈസ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ എങ്ങനെയാ വെള്ളത്തിന്റെ ഒരു ഇത് കണ്ടോ? ഇങ്ങനെ വളഞ്ഞാ നിൽക്കുന്നത്, ഒരു യു ഷേപ്പിലാണ് നിൽക്കുന്നത്. കണ്ടോ? ക്യാപ്പിലറി റൈസ് ആണെങ്കിൽ വെള്ളം എങ്ങനെ നിൽക്കുന്ന? ഒരു യു ഷേപ്പിൽ. ഇനി ക്യാപ്പിലറി ഫോൾ ആണെങ്കിലോ യു തിരിച്ചിട്ടേക്കുന്ന ഒരു റാ ഷേപ്പില്, അല്ലേ? റാ ഷേപ്പിലാണ് നിൽക്കുന്നത് ക്യാപ്പിലറി ഫോൾ ആണെങ്കിൽ. ഇത് നോക്കി വെച്ചോണം, എക്സാമിന് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അതായത് ഇതുപോലെ കുറെ പടം തന്നിട്ട് ഇങ്ങനെ ഒരു പടം അവർ വരച്ചു വെച്ചിട്ടുണ്ട്. ക്യാപ്പിലറി റൈസിന്റെ ഇതുപോലെ തിരിച്ച് ഇങ്ങനെ വരച്ചു വെച്ചാൽ ശരിയാണോ? അല്ല. ക്യാപ്പിലറി റൈസ് വരുമ്പോൾ യു ഷേപ്പും വരും, ക്യാപ്പിലറി ഫോള് വരുമ്പോൾ നമ്മുടെ റാ ഷേപ്പും വരും. ഇത് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഇതാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഭാഗമാണ്. ചിലപ്പോൾ 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇതെന്തായാലും ഇത് സിമ്പിൾ ആണല്ലോ, ഒന്ന് നോക്കി വെച്ചാൽ മതി. ക്യാപ്പിലറി റൈസ് ആണെങ്കിൽ യുവും ക്യാപ്പിലറി ഫോൾ ആണെങ്കിൽ റാ ഷേപ്പും ആയിരിക്കും. അപ്പോൾ അത് അത്രേ ഉള്ളൂ.
ഇനി കേശികത്വത്തിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരാം. ഒന്നാമത്തെ എക്സാമ്പിൾ, നമ്മുടെ ഈ മഴയൊക്കെ വരുമ്പം ചുമരുകളിലൊക്കെ നനവ് പടരത്തില്ലേ, അതെന്തുകൊണ്ടായിരിക്കും? അത് കേശികത്വം അല്ലെങ്കിൽ ക്യാപ്പിലാരിറ്റി കൊണ്ടാണ്. അവിടെ എങ്ങനെ ക്യാപ്പിലാരിറ്റി ഉണ്ടാകുന്നത്? നാരോ ട്യൂബ് ആണോ? അല്ല, സ്മോൾ ഹോൾസ്. നമ്മുടെ ഡെഫിനേഷനിൽ പറയുന്നുണ്ട് ദ റൈസ് ഓർ ഡിപ്രഷൻ ഓഫ് എ ലിക്വിഡ് ത്രൂ എ നാരോ ട്യൂബ് ഓർ സ്മോൾ ഹോൾസ്, അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പെയിന്റ് അടിച്ചിരിക്കുന്നിടത്തെല്ലാം എന്തുകൊണ്ട് ചെറിയ 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 ഹോൾസ് ഉണ്ട്. അപ്പോൾ ആ ഹോൾസിലൂടെയാണ് ഈ നനവ് പടരുന്നത്. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഭിത്തികളിൽ നനവ് പടരുന്നത് എന്താണ്? ക്യാപ്പിലാരിറ്റി അല്ലെങ്കിൽ കേശികത്വത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മുടെ ചോക്കില്ലേ, എഴുതുന്ന ചോക്ക്, ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന ചോക്ക് കൊണ്ട് കുറച്ച് മഷിയുടെ ഉള്ളോട്ട് കൊണ്ടുവച്ച് എന്തോ സംഭവിക്കും? ആ ചോക്ക് മഷിയെ ഒപ്പി അങ്ങ് എടുക്കത്തില്ലേ? അതും എന്താണ്? ക്യാപ്പിലാരിറ്റിയാണ് അല്ലേ? അതും എന്താണ്? ആ ചെറിയ ഹോൾസിൽ കൂടെ മഷി ഇങ്ങനെ ഉയർന്നു പൊങ്ങുകയാണ്. പിന്നെ പറയുവാണെങ്കിൽ പിന്നെന്താ എക്സാമ്പിള്? വിയർപ്പ്, നമ്മൾ കോട്ടൺ തുണിയുടെ വിയർപ്പ് ഒപ്പി എടുക്കത്തില്ലേ? അതും എന്താണ്? ചെറിയ സുഷിരങ്ങളിലൂടെ വിയർപ്പ് അതിലേക്ക് കയറുകയാണ്. അതും എന്താണ്? കേശികത്വം അല്ലെങ്കിൽ ക്യാപ്പിലാരിറ്റിയുടെ എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മുടെ മണ്ണെണ്ണ വിളക്കില് മണ്ണെണ്ണയിലൂടെ ആ തിരിയിൽ കൂടെ മണ്ണെണ്ണ മുകളിലേക്ക് ഉയർന്നു പോകുന്നില്ലേ? അതും എന്താണ്? ക്യാപ്പിലാരിറ്റിയുടെ എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ കേശികത്വത്തിന്റെ എക്സാമ്പിൾ ആണ്. ഇത് നിങ്ങൾ പേടിക്കണ്ട, ഇതിന്റെ നോട്ട് ഞാൻ തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കവേർഡ് ആയിരിക്കും ആ നോട്ടില്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊഹസീവ് ഫോഴ്സും അഡ്ഹസീവ് ഫോഴ്സും. എന്താണ് കൊഹീഷൻ ബലവും അഡീഷൻ ബലവും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോ നമ്മൾ എന്താണ് കുറച്ച് തേൻ തുള്ളി ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒഴിച്ചു വെച്ചു. എന്റെ കയ്യിലേക്ക് കുറെ തേൻ തുള്ളിയായിട്ട് ഞാൻ ഒഴിച്ചു വെച്ചു. അപ്പൊ കുറെ തുള്ളികൾ ഉണ്ടാകത്തില്ലേ? എന്നിട്ട് ഞാൻ അതിലെ ഏതെങ്കിലും ഒരു തുള്ളി എടുത്ത് മറ്റേ തുള്ളിയോട് അങ്ങ് യോജിപ്പിച്ച് വെക്കുക. യോജിപ്പിച്ച് വെച്ചാൽ അതെന്തുവാ? ഒരേ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണല്ലോ അല്ലേ? അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തുള്ളി ഒരു ചേമ്പലെ കുറെ വെള്ളത്തിന്റെ തുള്ളികൾ ഇങ്ങനെ കിടക്കുക. നമ്മൾ ആ എല്ലാ തുള്ളികളും ഇങ്ങനെ യോജിപ്പിച്ചാൽ എന്തോ സംഭവിക്കും? ഒരൊറ്റ വെള്ളത്തുള്ളിയായിട്ട് മാറത്തില്ലയോ? അതെല്ലാം ഒരേ കൈൻഡിലുള്ള മോളിക്യൂൾസിന്റെ അട്രാക്ഷനാണ്, ഒരേ തരത്തിലുള്ള തന്മാത്രകളുടെ ആകർഷണമാണ്. ഇനി ഞാൻ ഈ ഒരു മാർക്കർ കൊണ്ട് ഈ ഒരു ബോർഡിൽ എഴുതുക. മാർക്കർ വേറെ ഒരു സാധനമാണ്, ബോർഡ് വേറെ ഒരു സാധനം. രണ്ട് സാധനങ്ങളാണല്ലോ. ഞാൻ ഇതും കൊണ്ട് എഴുതുവാണെങ്കിൽ എന്തോ സംഭവിക്കുന്നേ? ഇതേ തെളിഞ്ഞു വരുന്നതിന് കാരണം എന്തുവാ? കാരണം ഈ മാർക്കറിന്റെ മോളിക്യൂൾസ് ഈ ബോർഡിന്റെ മോളിക്യൂൾസ് അട്രാക്ട് ചെയ്തോണ്ടല്ലേ? എന്താണ്? ഈ മാർക്കറിന്റെ തന്മാത്രകള് ഈ ബോർഡിന്റെ തന്മാത്രകളെ അട്രാക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മോളിക്യൂൾസിന്റെ അട്രാക്ഷൻ പറയുന്ന പേരാണ് അഡീഷൻ ഫോഴ്സ് അല്ലെങ്കിൽ അഡഹസീവ് ഫോഴ്സ്, അഡീഷൻ ബലം എന്നൊക്കെ പറയുന്നത്. ഇനി ഒരേ കൈൻഡിലുള്ള മോളിക്യൂൾസ്, അതായത് നമ്മുടെ വാട്ടറിന്റെ രണ്ട് തുള്ളി ഒരുമിച്ച് വെച്ചു. വാട്ടറും രണ്ട് സെയിം സാധനമാണ്. പിന്നെന്താ നമ്മൾ നേരത്തെ പറഞ്ഞത്? തേനുമാ ഒരേ സാധനമാണ്. അല്ലെങ്കിൽ മെർക്കുറി ഒഴിച്ചു, മെർക്കുറി തുള്ളിയായിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അതേ രണ്ട് മെർക്കുറിയുടെ ഡ്രോപ്പ് നമ്മൾ ഒരുമിച്ചാക്കി. എന്തുവാ അത്? മെർക്കുറിയെ തന്നെ അട്രാക്ട് ചെയ്യുക. ഒരേ സാധനം അതേ സാധനത്തെ തന്നെ അട്രാക്ട് ചെയ്യുക. അതായത് സെയിം കൈൻഡ് ഓഫ് മോളിക്യൂൾസിന്റെ അട്രാക്ഷനാണ്. അതിന് പറയുന്ന പേരാണെന്ത്? കൊഹസീവ് ഫോഴ്സ്. ഇനി ഡിഫറെന്റ് കൈൻഡ് ഓഫ് മോളിക്യൂൾസ്, അതായത് ഒരു ചോക്ക് എടുത്ത് ഒരു ബോർഡിൽ എഴുതി ചോക്കിന്റെ മോളിക്യൂൾസ് ബോർഡിന്റെ മോളിക്യൂൾസിനെ അട്രാക്ട് ചെയ്തു. അതെന്താണ്? അഡീഷൻ ഫോഴ്സ് അല്ലെങ്കിൽ അഡഹസീവ് ഫോഴ്സ് എന്ന് പറയും. അപ്പോ എന്താണ് കൊഹസീവ് ഫോഴ്സ്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ സെയിം കൈൻഡ് ഓഫ് മോളിക്യൂൾ ഈസ് കോൾഡ് കൊഹസീവ് ഫോഴ്സ്. അല്ലെങ്കിൽ ഒരേ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണത്തിന് പറയുന്ന പേരാണ് കൊഹീഷൻ ബലം. പിന്നെ എന്താണ് അഡഹസീവ് ഫോഴ്സ്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മോളിക്യൂൾസ് ഈസ് കോൾഡ് അഡഹസീവ് ഫോഴ്സ്. എന്താണ്? വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന് പറയുന്ന പേരാണ് അഡഹസീവ് ഫോഴ്സ്. ഇനി അഡഹസീവും കോഹസീവും തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഷോർട്ട് കട്ട്. അഡഹസീവ് ഫോഴ്സ് വരുമ്പോൾ ഡാ ഓർത്ത് വെച്ചാൽ മതി. ഡാ എന്താണ്? ഡായുടെ ഡി മീൻസ് ഡിഫറെന്റ്. എന്താണ്? ഡിഫറെന്റ്. എന്താ? അഡീഷൻ. അതായത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് മോളിക്യൂൾസ് ആണെങ്കിൽ അഡീഷൻ. അത് പഠിച്ചു വെക്കാനുള്ള ചെറിയ ഷോർട്ട് കട്ടാണ്. ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ട ഷോർട്ട് കട്ടുകളാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ അഡീഷൻ ഫോഴ്സും കൊഹീഷൻ ഫോഴ്സും തിരിഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ എന്തോ ആലോചിച്ചാൽ മതി. അഡീഷൻ ഫോഴ്സ് ഡായോ? എന്താണ് ഡാ? അതായത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് മോളിക്യൂൾസ് വന്നു കഴിഞ്ഞാൽ അഡഹസീവ് ഫോഴ്സ്. അത് ഡിഫറെന്റ് കൈൻഡ് ആണെങ്കിൽ മറ്റേത് എന്താ? സെയിം കൈൻഡ്. അത് നമുക്കറിയാം. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മറ്റേത് പഠിക്കാൻ എളുപ്പമാണല്ലോ. അപ്പൊ അഡഹസീവ് ഫോഴ്സ് പഠിക്കാനുള്ള ഷോർട്ട് കട്ടാണ് ഡാ. എന്താണ്? ഡാ. അഡഹസീവ് ഫോഴ്സ് എന്തുവാ? ഡാ. ഇത്രേ ഉള്ളൂ. ഡാ എന്താണ്? ഡാ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മോളിക്യൂൾ ആണെങ്കിൽ അഡീഷൻ. അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മോളിക്യൂൾസ് ഈസ് കോൾഡ് അഡഹസീവ് ഫോഴ്സ്. പഠിക്കാനുള്ള ഷോർട്ട് കട്ട് ഡാ. ഡി ഫോർ ഡിഫറെന്റ്, എ ഫോർ അഡീഷൻ. അപ്പോൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മോളിക്യൂൾസിന്റെ അട്രാക്ഷൻ പറയുന്ന പേരാണ് അഡഹസീവ് ഫോഴ്സ്. ഇനി മലയാളം മീഡിയംകാർ ചോദിക്കും, ഞങ്ങൾക്ക് ഡിഫറെന്റ് നല്ലല്ലോ, വ്യത്യസ്തം എന്നല്ലേ?
ഈ ഡിഫറൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമാണ്, നിങ്ങൾക്ക് അറിയത്തില്ലയോ, അത് ബേസിക് ഇംഗ്ലീഷ്. അപ്പൊ നിങ്ങൾ ഇത് തന്നെ ആലോചിച്ച് വെച്ചാൽ മതി. ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് മോളിക്യൂൾ ആണെങ്കിൽ അഡീഷൻ, അതായത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന് പറയുന്ന പേരാണ് അഡീഷൻ ബലം. അപ്പോൾ എന്താണ് cohesive force? The force of attraction between same kind of molecule is called cohesive force. And what is adhesive force? Adhesive force is എന്താണ് ഡാ? The force of attraction between different kind of molecules is called adhesive force അല്ലെങ്കിൽ അഡീഷൻ ബലം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി തെറ്റിപ്പോരുത് എന്താണ് അഡീഷൻ ഫോഴ്സും കൊഹീഷൻ ഫോഴ്സും. നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ അഡീഷൻ ഫോഴ്സിന്റെ കുറച്ച് എക്സാമ്പിൾ? ഒന്നാമത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ചോക്ക് കൊണ്ട് ബോർഡിൽ ഇരുന്നുമ്പോൾ ബോർഡിൽ അത് തെളിഞ്ഞു വരുന്നത് എന്തുകൊണ്ടാ? ചോക്കിന്റെ മോളിക്യൂള് ബോർഡിന്റെ മോളിക്യൂളിനെ അട്രാക്ട് ചെയ്തു. ഇനി എന്താ? വാട്ടർ മോളിക്യൂൾസ്, ചേമ്പലെ നിൽക്കുന്ന വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്തുവാ? വാട്ടറിനെ തന്നെ അട്രാക്ട് ചെയ്യുക, ഒരേ ആള് തന്നെ അത്. അപ്പം സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ അല്ലേ, അതെന്താണ്? കൊഹസീവ് ഫോഴ്സ്. ഇനി ഞാനൊരു ഈർക്കിലയില് ഒരു ഈർക്കിൽ പശയിൽ മുക്കുമ്പോൾ എന്തോ സംഭവിക്കും? ആ ഈർക്കിലയിലോട്ട് ഈ പശ വന്ന് ഒട്ടിപ്പിടിക്കും. പശ വേറെ ഒരാളാ, ഈർക്കില് വേറെ ഒരാളാ, രണ്ട് ആൾക്കാർ തമ്മിലുള്ള അട്രാക്ഷൻ, ഡിഫറെന്റ് കൈൻഡ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ. അപ്പൊ എന്താ അത്? അഡസീവ് ഫോഴ്സ് ആണ്. പിന്നെ എന്താ ഒരു എക്സാമ്പിള്? പിന്നെ മെർക്കുറിയുടെ ഡ്രോപ്ലെറ്റ്സ് തമ്മിലുള്ള അട്രാക്ഷൻ എന്തായിരിക്കും? മെർക്കുറിയുവാ, ഒരേ ആൾക്കാരാ, ഒരേ തന്മാത്രകളാ, സെയിം മോളിക്യൂൾസ്. അപ്പൊ എന്താണത്? കൊഹസീവ് ഫോഴ്സ് ആണ്. അപ്പൊ വളരെ സിമ്പിൾ ആണ് ഈ ടോപ്പിക്ക്, നമ്മൾ നല്ല വൃത്തിക്ക് ഈ ടോപ്പിക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ബുദ്ധിയുള്ളവര് ഇതിന്റെ ആൻസർ പറഞ്ഞേ. ഇപ്പോ ഒരു സ്ഥലത്ത് അഡീഷൻ ഫോഴ്സ് കൂടുതലും കൊഹീഷൻ ഫോഴ്സ് കുറവും, അതായത് അഡസീവ് ഫോഴ്സ് കൂടുതലും കൊഹസീവ് ഫോഴ്സ് കുറവാണെങ്കിൽ അവിടെ ക്യാപിലറി റൈസ് ഉണ്ടാകുമോ, ക്യാപിലറി ഫോൾ ഉണ്ടാകുമോ? അതായത് കേശിക ഉയർച്ച ഉണ്ടാകുമോ, കേശിക താഴ്ച ഉണ്ടാകുമോ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പൊ നമ്മുടെ ഈ ഇതില് ഞാനൊരു ട്യൂബ് ഇട്ട് വെച്ചിട്ട് എന്താ? കേശിക ഉയർച്ച, അതായത് ക്യാപിലറി റൈസ് ഉണ്ടാവുക. ക്യാപിലറി റൈസ് ഉണ്ടാവണമെങ്കിൽ എന്തോ വേണം? നമ്മുടെ ഈ ട്യൂബും നമ്മുടെ ഈ വാട്ടറും ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കണം. അതായത് വാട്ടറിന്റെ മോളിക്യൂൾസും ട്യൂബിന്റെ മോളിക്യൂൾസും തമ്മിൽ നന്നായിട്ട് അട്രാക്ട് ചെയ്യണം. അങ്ങനെ ചെയ്താലല്ല അത് ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു വരത്തുള്ളൂ. ഈ നമ്മുടെ ട്യൂബ് ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ട് പോവാ നമ്മുടെ വാട്ടറിനെ. അങ്ങനെ അവർ ഫ്രണ്ട്സ് ആണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലേ? അതായത് നമ്മുടെ നമ്മുടെ വാട്ടറിന്റെ മോളിക്യൂൾസ് ട്യൂബിന്റെ മോളിക്യൂൾസിനെ അട്രാക്ട് ചെയ്യണം, വാട്ടറിന്റെ മോളിക്യൂൾസ് ട്യൂബിന്റെ മോളിക്യൂൾസിനെ അട്രാക്ട് ചെയ്യണം. സെയിം മോളിക്യൂൾ ആണോ? വാട്ടറിന്റെ മോളിക്യൂൾ വാട്ടറിനെ തന്നെയാണോ അട്രാക്ട് ചെയ്യുന്നത്? അല്ല. എന്ത് ചെയ്യുക? വാട്ടറിന്റെ മോളിക്യൂൾസ് ട്യൂബിന്റെ മോളിക്യൂൾസിനെ അട്രാക്ട് ചെയ്യുക ചെയ്യേണ്ടി. അപ്പൊ അത് ഏത് ഫോഴ്സാ അവിടെ? അഡീഷൻ ഫോഴ്സ് ആണ്. അഡീഷൻ ഫോഴ്സ് കൂടുതലുണ്ടെങ്കിലല്ല അപ്പൊ ക്യാപിലറി റൈസ് ഉണ്ടാവത്തുള്ളൂ. അഡീഷൻ ഫോഴ്സ് എന്തുവാ? അതായത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ്. അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ നന്നായിട്ട് അട്രാക്ഷൻ ഉണ്ടെങ്കിലേ അവിടെ എന്തുണ്ടാവത്തുള്ളൂ? ക്യാപിലറി റൈസ് ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ അട്രാക്ഷൻ ഉണ്ടെങ്കിലല്ല ആ വെള്ളത്തിനെ ഇങ്ങനെ ആ ട്യൂബിന് പൊങ്ങി കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? അഡീഷൻ ഫോഴ്സ് കൂടുതൽ, അതായത് നമ്മുടെ വാട്ടറിന്റെ മോളിക്യൂൾസും ട്യൂബിന്റെ മോളിക്യൂൾസും തമ്മിൽ ഭയങ്കര അട്രാക്ഷൻ. കോഹസീവ് ഫോഴ്സ് കുറവ്, വാട്ടറും തമ്മിലുള്ള ഫോഴ്സ് കുറവ്. അത് നോക്കണ്ട, ഇത് നോക്കാം. അഡസീവ് ഫോഴ്സ് കൂടുതൽ എന്ന് വെച്ചാൽ എന്തുവാ? നമ്മുടെ ട്യൂബും വാട്ടറും തമ്മിൽ ഭയങ്കര അട്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ എന്തോ സംഭവിക്കും? ക്യാപിലറി റൈസ് ഉണ്ടാവും, കേശിക ഉയർച്ച ഉണ്ടാവും. എന്താണ്? ക്യാപിലറി റൈസ് ഉണ്ടാവും, അതായത് കേശിക ഉയർച്ച. എന്തുകൊണ്ടാ? ലോജിക്ക് മനസ്സിലായില്ലയോ? അതായത് നമ്മുടെ വാട്ടറിന്റെ മോളിക്യൂൾസും ട്യൂബിന്റെ മോളിക്യൂൾസും തമ്മിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സംഭവങ്ങളാണല്ലോ. അത് തമ്മിൽ നന്നായിട്ട് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ എന്തോ സംഭവിക്കും? ക്യാപിലറി റൈസ് ഉണ്ടാവും. ഇനി അത് തമ്മിൽ ഭയങ്കര കുറവാ. അടുത്ത കേസ്, അഡസീവ് ഫോഴ്സ് ഭയങ്കര കുറവാ. അഡസീവ് ഫോഴ്സ് കുറവും കൊഹീഷൻ ഫോഴ്സ് കൂടുതലും. അങ്ങനെയാണ് എന്തോ സംഭവിക്കും? കേശിക ഉയർച്ച ഉണ്ടാവുമോ? ട്യൂബിന് അങ്ങോട്ട് പറ്റുന്നില്ല, നമ്മുടെ ട്യൂബിന് പറ്റുന്നില്ല ഈ വാട്ടറിനെ അങ്ങോട്ട് പൊങ്ങിക്കൊണ്ട് വരാൻ. അപ്പൊ എന്തോ ഉണ്ടാവും? അപ്പൊ അവർ തമ്മിൽ അട്രാക്ഷൻ ഭയങ്കര കുറവാ. അതായത് അഡീഷൻ ഫോഴ്സ് കുറവാണെങ്കിൽ എന്തോ സംഭവിക്കും? ക്യാപിലറി റൈസ് ആണോ? അല്ല, ക്യാപിലറി ഫോൾ ഉണ്ടാവും, കേശിക താഴ്ച ഉണ്ടാകും. അപ്പൊ എന്താണ്? രണ്ട് കാര്യങ്ങൾ നമ്മൾ ലോജിക്കലായിട്ട് പഠിച്ചു. ഒന്നാമത്തേത്, അഡസീവ് ഫോഴ്സ് കൂടുതൽ, അഡീഷൻ ബലം കൂടുതലും കൊഹീഷൻ ബലം കുറവുമാണ്. അതായത് അഡീഷൻ ബലം നമ്മുടെ വാട്ടറിന്റെ മോളിക്യൂളും ട്യൂബിന്റെ മോളിക്യൂളും തമ്മിൽ ഭയങ്കര അട്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ എന്തോ സംഭവിക്കും? ക്യാപിലറി റൈസ് ഉണ്ടാവും, കേശിക ഉയർച്ച ഉണ്ടാവും. ഇനിയും അവ തമ്മിലുള്ള അട്രാക്ഷൻ കുറവാണ്. അതായത് അഡസീവ് ഫോഴ്സ് ഭയങ്കര കുറവും, കൊഹീഷൻ ഫോഴ്സ് കൂടുതലുമാണ്. അതായത് അഡീഷൻ ഫോഴ്സ് കുറവാന്ന് പറഞ്ഞാൽ എന്തുവാ? ട്യൂബും വാട്ടറും തമ്മിൽ അട്രാക്ഷൻ ഒന്നും ഇല്ല അങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ എന്തോ സംഭവിക്കും? അത് ഉയർന്നു പോകുമോ? അതിന് അട്രാക്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ ട്യൂബിന് വാട്ടറിനെ പറ്റത്തില്ല. അപ്പൊ എന്തോ ഉണ്ടാവും? കേശിക താഴ്ച അല്ലെങ്കിൽ ക്യാപിലറി ഫോൾ ഉണ്ടാകും. പിന്നെ നമ്മൾ പഠിച്ചു
കാപ്പിലറി റൈസ് ഉണ്ടാവുന്ന എന്തോത്തിലാ? വാട്ടറിലാണെങ്കിൽ കാപ്പിലറി റൈസും, മെർക്കുറിയിൽ എന്തോ ഉണ്ടാവും? കാപ്പിലറി ഫോളും ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ല വൃത്തിക്ക് പഠിച്ചു. ഓക്കെ, അടുത്ത ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുമോ നോക്കാം. 2 ട്യൂബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2 ട്യൂബുകൾ. ഇത് ട്യൂബ് 1, ഇത് ട്യൂബ് 2. ഈ ട്യൂബിന്റെ പ്രത്യേകത ഉണ്ടല്ലോ, ഇത്രയും ഉണ്ട്, ഈ ട്യൂബ് ഇത്രയുമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിലും ഏതിലായിരിക്കും കാപ്പിലറി റൈസ് ഏറ്റവും കൂടുതൽ? കാപ്പിലറി റൈസ് ഏറ്റവും കൂടുതൽ ഏതിലായിരിക്കും? ട്യൂബ് 2-ലായിരിക്കും. എന്താണ് കാരണം? കാരണം ഈ ഒരു ട്യൂബിന് അതിലെന്തോ ഇത്രയും വെള്ളം, ഇത്രയും ഭാഗമില്ല, അത്രയും ഡയമീറ്റർ ഭയങ്കര കൂടുതലാണ്, വ്യാസം ഭയങ്കര കൂടുതലാണ് ഈ ഒരു ട്യൂബിന്റെ. അപ്പോൾ ഇത്രയും വെള്ളത്തിന്റെ ഭാരം വേണം ഇതിങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ. പക്ഷെ ഈ ട്യൂബോ വളരെ നാരോ ട്യൂബാ, അപ്പോൾ ഡയമീറ്റർ വളരെ ചെറുതാണ്. അപ്പോൾ എന്തുവാ, കുറച്ച് വെള്ളമേ അതിനകത്ത് കൊള്ളത്തുള്ളൂ. ആ കുറച്ച് വെള്ളത്തിനെ മുകളിലേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പൊ ഇതിനകത്തിൽ ആർക്കാ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നേ? നമ്മുടെ ട്യൂബ് 2-ന്. കാരണം അതൊരു നാരോ ട്യൂബാ, കുറച്ച് വെള്ളത്തിന്റെ ഭാരമേ അതി വരുന്നുള്ളൂ. ഇതിലോ ഒരുപാട് വെള്ളത്തിന്റെ ഭാരം വരുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനകത്തിൽ ഏതായിരിക്കും കാപ്പിലറി റൈസ്, അതായത് കേശിക ഉയർച്ച ഏറ്റവും കൂടുതലുള്ളത് ഏതായിരിക്കും? ട്യൂബ് 2. അതായത് ട്യൂബിന്റെ ഡയമീറ്റർ കുറയുന്നതിന് അനുസരിച്ച് കാപ്പിലറി റൈസ് കൂടി കൂടി വരും. അതായത് ട്യൂബിന്റെ വ്യാസം കുറയുന്നതിനനുസരിച്ച് കേശിക ഉയർച്ച കൂടി വരും. ട്യൂബിന്റെ വ്യാസം കൂടുതലാണെങ്കിലോ കേശിക ഉയർച്ച കുറവും ആയിരിക്കും. കുറച്ച് വെള്ളം നമ്മളിങ്ങനെ തറയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ എന്തോ സംഭവിക്കും? വെള്ളം പെട്ടെന്ന് ഒഴുകി അങ്ങ് പോവല്ലോ. ഇനി കുറച്ച് തേൻ കൊണ്ടൊന്ന് ഇങ്ങനെ തറയിൽ ഒഴിക്കുകയെന്ന് എന്തോ സംഭവിക്കും? വളരെ പെതുക്കെ, ആമ നടന്നു പോകുന്നതിന്റെ കൂട്ടല്ല ആ തേൻ ഇഴഞ്ഞു പോകത്തുള്ളൂ. ഇനി കുറച്ച് നെയ്യ് കൊണ്ടുവന്ന് തറയിൽ ഇതുപോലെ ഒഴുകുവാണെങ്കിലോ വളരെ പതുക്കെ അല്ലാതെ ഒഴുകി പോകത്തുള്ളൂ. പക്ഷെ വെള്ളം പെട്ടെന്ന് ഒഴുകിയും പോയി. എന്തായിരിക്കും അതിന് കാരണം? അതിന് കാരണം ഇതാണ്. നമ്മുടെ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ തിന്നായിട്ടുള്ള ലേയേഴ്സ് ആയിരിക്കും വെള്ളത്തിന്. ചെറിയ ലേയേഴ്സ് ആയിട്ട് വെള്ളം അങ്ങ് ഒഴുകി പോകും. പക്ഷെ നമ്മുടെ തേനൊക്കെ ആണെങ്കിലോ പല ലേയേഴ്സ് ആയിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. കൊഴുത്ത ദ്രാവക തേനൊക്കെ അല്ലേ, പല ലേയേഴ്സ് ആയിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. അതിന് ആ ലെയറുകൾ തമ്മിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. എന്തോ ഫ്രിക്ഷണൽ ഫോഴ്സ്? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നോർമൽ മോഷനെ ഒപ്പോസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇങ്ങോട്ടാ നടക്കുന്നതെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടാ? ഫ്രിക്ഷൻ ഇങ്ങോട്ട് നമ്മളെ തള്ളുക, നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതെല്ലാം എട്ടി പഠിച്ചതാ. അപ്പോൾ ഈ എല്ലാ ലേയേഴ്സിന്റെ ഇടയ്ക്ക് എന്തുകൊണ്ട്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഘർഷണ ബലമുണ്ട്. എന്താണ്? നമ്മുടെ ഈ ഒരു ലിക്വിഡിന്റെ ഓരോ ലെയേഴ്സിന്റെ ഇടയ്ക്കും എന്തുകൊണ്ട്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തോ ചെയ്യും? റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യും. അതായത് ആ ഒരു ദ്രാവകം അങ്ങോട്ട് ഒഴുകുമ്പോൾ അതിന്റെ ഇടയ്ക്കുള്ള ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം കാരണം എന്തോ ചെയ്യും? ഘർഷണം ഇങ്ങോട്ട് ബലം കൊടുക്കും. അപ്പൊ അതിനങ്ങോട്ട് ഒഴുകാൻ വളരെ പാടായിരിക്കും. അപ്പൊ കൊഴുത്ത ദ്രാവകങ്ങൾക്കൊക്കെ ഒഴുകാൻ എന്തായിരിക്കും? നല്ല പാടായിരിക്കും. കാരണം പല ലെയേഴ്സിന്റെ ഇടയ്ക്ക്, എല്ലാ ലെയേഴ്സിന്റെ ഇടയ്ക്ക് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ അതിന് പറയുന്ന പേരാണ് എന്ത്? വിസ്കസ് ഫോഴ്സ്. അതായത് ആ ഒരു ലെയറിന്റെ ഇടയ്ക്ക് വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കസ് ബലം. അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് ഇൻ മോഷൻ there is a frictional force parallel to the layers which try to prevent the relative motion between the layers. അതായത് നമ്മുടെ വാട്ടറിലും ഉണ്ട് ഈ ഒരു റിലേറ്റീവ് മോഷൻ. ബട്ട് അതെന്താണ്? അത് കുറവാണ്. കാരണം വാട്ടർ അത്രയ്ക്ക് ലെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ കൊഴുത്ത ദ്രാവകങ്ങളൊക്കെ, തേൻ പോലുള്ള കൊഴുത്ത ദ്രാവകങ്ങളൊക്കെ എന്താണ്? ഒരുപാട് ലേയേഴ്സ് അതിന്റെ ഇടയ്ക്കുണ്ട്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് അതിന് ഒഴുകാൻ വളരെ പതുക്കെ ഒഴുകത്തുള്ളൂ. അപ്പൊ എന്താണ്? ബിറ്റ്വീൻ ദ ലേയേഴ്സ് ഓഫ് എ ലിക്വിഡ് ഇൻ മോഷൻ there are frictional force parallel to the layers which try to prevent the relative motion between the layers. This frictional force is called viscous force. Viscosity is the characteristic property of a liquid to oppose the relative motion between its layers. ഇതിന്റെ നോട്ട് തരാം. ഇത് നിങ്ങൾ പേടിക്കേണ്ട, അതിന്റെ നോട്ട് തരാം. മലയാളം മീഡിയം ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് എന്ത്? വിസ്കസ് ബലം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ, ഈ ഒരു ലിക്വിഡിന്റെ എല്ലാം പല ലേയേഴ്സ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ എല്ലാ ലേയേഴ്സിന്റെ ഇടയ്ക്ക് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്, ഒരു ഘർഷണ ബലം അനുഭവപ്പെടും. നമുക്കറിയാം ഘർഷണ ബലം എന്തുവാ? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഘർഷണ ബലം എങ്ങോട്ടാണ് അനുഭവപ്പെടുന്നത്? ഘർഷണ ബലം നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അനുഭവപ്പെടുന്നത്. റിലേറ്റീവ് മോഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? അതിന് അത്രയ്ക്ക് സ്പീഡിൽ ഒഴുകാൻ സാധിക്കത്തില്ല. അപ്പൊ അതൊക്കെ ഒഴുകാൻ സാധിക്കത്തുള്ളൂ. ഇനി വേറൊരു കാര്യം പഠിക്കാനുള്ളത്, വിസ്കോസിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകം എന്താണ്? ടെമ്പറേച്ചർ ആണ്. അതായത് ഇപ്പൊ കുറച്ച് നിങ്ങളൊരു നെയ്യ് എടുത്ത് തറയിൽ വെച്ചാൽ എന്തോ സംഭവിക്കും? പതുക്കെ ഒഴുകി പോകത്തുള്ളൂ. ഇനി ആ നെയ്യ് നിങ്ങളൊന്ന് ചൂടാക്കി ഉരുക്കിയിട്ട് നിങ്ങൾ ആ നെയ്യ് തറയിൽ ഒഴിച്ചു നോക്കി, എന്തോ സംഭവിക്കും? അതിന്റെ ആ ഒരു കൊഴുപ്പങ്ങ് മാറും. കൊഴുപ്പ് മാറിയിട്ട് എന്തോ അത് പെട്ടെന്ന് ഒഴുകി അങ്ങ് പോകും. അപ്പൊ എന്താണ്? വിസ്കോസിറ്റിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്തോ കുറയും? വിസ്കസ് ഫോഴ്സ് കുറയും. വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, ഒരു ഘർഷണ ബലമാണ്. ആ ഘർഷണ ബലം കാരണമാണ് ഇതിന് പെട്ടെന്ന് ഒഴുകി പോകാൻ പറ്റാത്തത്, പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഈ ഘർഷണ ബലം കുറഞ്ഞു കഴിഞ്ഞാലോ
പെട്ടെന്ന് ഒഴുകി പോകാൻ സാധിക്കും. അതായത് ടെമ്പറേച്ചർ താപനില വർദ്ധിക്കുമ്പോൾ നമ്മുടെ വിസ്കസ് ഫോഴ്സ് കുറയും, വിസ്കസ് ബലം കുറയും. അപ്പോൾ ദ്രാവകങ്ങൾക്ക് പെട്ടെന്ന് ഒഴുകി പോകാനും സാധിക്കും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിന്റെ നോട്ടും കൂടെ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം നല്ല ക്ലാരിറ്റി ആയിട്ട് കിട്ടും. ഇനി വേറെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അത് എല്ലാ എക്സാമിനും ചോദിക്കുന്ന 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അത് ഞാൻ ക്വസ്റ്റ്യൻ വേറെ തരാം, എന്നാലും ഞാൻ അതൊന്ന് പറഞ്ഞു തരാം. അതൊന്നുമില്ല, അത് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. അതായത് ഇപ്പോൾ ഒരു ഷോക്ക് അടിച്ച്, ഇലക്ട്രിക് ഷോക്ക് അടിച്ച ഒരാളുടെ ദേഹമൊക്കെ നമ്മൾ തിരുമ്മി ചൂട് പിടിപ്പിക്കും. അത് എന്തിനു വേണ്ടിയിട്ടുണ്ട്? അപ്പോൾ അതിന്റെ റീസൺ ഇതാണ്. അതായത് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കുമ്പോൾ ഒരാളുടെ ശരീര താപനില അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് അങ്ങ് കുറയും. ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞ് ശരീരം ഇങ്ങനെ തണുത്തു തുടങ്ങുമ്പോൾ എന്തോ സംഭവിക്കും? ബ്ലഡിന്റെ വിസ്കോസിറ്റി അങ്ങ് കൂടും. അപ്പൊ വിസ്കോസിറ്റി കൂടി എന്തുവാ? പെട്ടെന്ന് ഒഴുകാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് എന്തോ കുറയും? വിസ്കോസിറ്റി കൂടി വരിക. അപ്പൊ ഇയാളുടെ ബോഡി തണുക്കുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി കൂടുക. വിസ്കോസിറ്റി കൂടുമ്പോൾ ബ്ലഡിന് പെട്ടെന്ന് ഒഴുകാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മുടെ ശരീരം ഇങ്ങനെ തിരുമ്മി അങ്ങനെ ബ്ലഡിന് പെട്ടെന്ന് ഒഴുകാൻ പറ്റിയില്ലെങ്കിൽ എന്തോ സംഭവിക്കും? ഹൃദയാഘാതം വരും, അല്ലെ? ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ എന്തോ സംഭവിക്കും? നമ്മളിങ്ങനെ തിരുമ്മി ചൂട് പിടിപ്പിക്കുമ്പോൾ നമുക്കറിയാം വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. അതായത് താപനില കൂടുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും, പെട്ടെന്ന് അങ്ങ് ഒഴുകി പോവുകയും ചെയ്യും. അപ്പൊ നമ്മളിങ്ങനെ ശരീരം തിരുമ്മി ചൂട് പിടിപ്പിക്കുക എന്താ സംഭവിക്കും? ആ ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറയും, ബ്ലഡ് പെട്ടെന്ന് ഒഴുകും. അപ്പോൾ ഹൃദയാഘാതത്തിനുള്ള ചാൻസ് വളരെ കുറവാകുകയും ചെയ്യും. അപ്പോൾ ഇത് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. എന്താണ്? ഒരു ഷോക്ക് അടിക്കുന്ന ഒരാളുടെ ശരീരം തിരുമ്മി ചൂട് പിടിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? കാരണം ഇതാണ്, ഷോക്ക് അടിക്കുന്ന ഒരാളുടെ ബോഡി ടെമ്പറേച്ചർ പെട്ടെന്ന് കുറയുമ്പോൾ ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടും. വിസ്കോസിറ്റി കൂടിക്കഴിഞ്ഞാൽ ആ ബ്ലഡിന് പെട്ടെന്ന് ഒഴുകാൻ സാധിക്കത്തില്ല. അങ്ങനെ ബ്ലഡ് പെട്ടെന്ന് ഒഴുകിയില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരെയുള്ള ചാൻസ് കൂടുതലാണ്, ഹൃദയാഘാതം വരെയുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ശരീരം തിരുമ്മി ചൂട് പിടിപ്പിക്കുമ്പോൾ ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറയുന്നു, ബ്ലഡ് പെട്ടെന്ന് ഒഴുകിപ്പോകുന്നു, ആളിന്റെ ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് വളരെ കുറയുന്നു. അപ്പോൾ ഇത്രേ ഉള്ള സംഭവം. അപ്പോൾ ഇതോടെ നമ്മൾ ഈ ചാപ്റ്റർ തീർന്നു. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിൾ ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എക്സാം ഇല്ല. ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ, അതായത് നമ്മുടെ F1 A1. പിന്നെ എക്സാമിന്റെ ഡേറ്റ് നിങ്ങളോട് പറയും. എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങിച്ചിരിക്കണം, കാരണം ഇത്രയും ടൈം എടുത്താണ് ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും ഇപ്പൊ തന്നെ റിവൈസ് ചെയ്ത് തുടങ്ങി വേണം. ഈ ഒരു ചാപ്റ്ററിന്റെ എക്സാം അടുത്ത 1, 2, 3, 4 ദിവസങ്ങൾക്കിടയിൽ ഉറപ്പായിട്ടും കാണും. അപ്പോൾ എല്ലാവരും ചാപ്റ്റർ നല്ല